मैंने प्यार किया മീനിങ് എന്താണ്? मैंने प्यार किया ഞാൻ പ്രേമിച്ചു. അതെ. ഇതിലാരാ മലയാളി? പോടാ ഒക്കെ പിടിച്ചിട്ടുണ്ടോ? ഇവര് പഠിപ്പിച്ചതാണോ? പോടാ പോടാ തമിഴിലും അങ്ങനെ തന്നെയാണ്. പോടേ തമിഴിൽ പോടേ. ഈ ലൊക്കേഷൻ ഓൾറെഡി ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, ഓൾറെഡി അവിടുത്തെ നാട്ടുകാർ കളിക്കുന്നത്. അപ്പോൾ അവർ കളിക്കാൻ വരുമ്പോൾ പറയുന്നത് ബാറ്റും ബോളും ഒരു അമ്പലവും അതിനടുത്ത് അമ്പലമുണ്ട്, ഗ്രൗണ്ടും ഉണ്ട്. അപ്പോൾ അവിടെ ആളുകൾ കളിക്കാൻ വരുമ്പോൾ അവരോട് ഞങ്ങളും പോയി കളിക്കും ക്രിക്കറ്റ്. അങ്ങനെയായിരുന്നു സംഭവം. ചങ്ങനാശ്ശേരി ടീം വേഴ്സസ് മേനെ പിആർ കെ ടീം, അങ്ങനെയാ രണ്ട് ടീം. വേറെ ചൂടില്ലേടാ നീ രാവിലെ ക്ലീൻ പണ്ണ അർജുൻ റാ. ഇത് വരും മറ്റേ ഇതും വരും മറ്റേ ഇവര് എന്നെ ശ്രദ്ധിക്കുന്നില്ല. Guys, please. നൈസ് ഓണം ഔട്ട്ഫിറ്റ് ബൈ ദ വേ. Thank you. എല്ലാ ക്യാമറ എല്ലാരും കണ്ടു മുറി ഇറങ്ങിയ ശേഷം ക്രഷ് തോന്നിയ ആളുകളൊക്കെ എന്നോട് അന്വേഷണം പറയാൻ പറഞ്ഞു. ആണോ? ഓക്കെ, ഈ പടത്തിൽ ഋതു കൊല്ലാം. ഈ പടത്തില് പ്രീതി കൊന്നിട്ടുണ്ട്. இந்த குரூப்போட லீடர் இந்த படத்துல ഋതു தான். How was your experience with these guys? You saw her face. മലയാളികളെ സംബന്ധിച്ച് ഓണമായാൽ ഒരു കിടിലൻ ഓണം പടം കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓണാഘോഷം അങ്ങ് കംപ്ലീറ്റ് ആവും. അങ്ങനെ ഈ വർഷം ഓണം കിടിലമാക്കാൻ ഒരു കിടിലം മൂവി എത്തുന്നുണ്ട്, മേനെ പ്യാർ കിയ. ആ ടീമാണ് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം. നമസ്കാരം. നമുക്ക് നായകനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എന്താണ് ഈ മേനെ പ്യാർ കിയ പരിപാടി? മേനെ പിആർ കെ പരിപാടി ഡയറക്ടർ എന്താ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരന് എല്ലാവരും സിനിമ കാണുന്ന എല്ലാവരും വന്ന് എൻ്റർടൈനായി ആഘോഷിച്ച് പോവാം. ഇതൊരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. അതെ, ഇപ്പോൾ ഓണമൊക്കെ ആകുമ്പം ഫാമിലിയൊക്കെയാണ് കൂടുതലും തിയേറ്ററുകളിലേക്ക് എത്താൻ നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. ഫാമിലിക്ക് മാത്രമല്ല, ഫാമിലി, യൂത്ത്, ഞാൻ പറയുന്നത് എല്ലാവർക്കും. ഒരു ഡയറക്ടർ അങ്ങനെ ഇൻറ്റൻറ്റ് ചെയ്തിട്ട് ക്രാഫ്റ്റ് ചെയ്തൊരു പടം എന്ന് പറയുമ്പം എല്ലാവർക്കും കണ്ട് എൻജോയ് ചെയ്യുക. ഒരു സിമ്പിൾ എന്റർടൈനിങ് ഫിലിം. എൻജോയ്മെന്റ് മാത്രമല്ല, എന്റർടൈൻമെന്റ് മോസ്റ്റ് ഉണ്ട്. കുറച്ച് മെസ്സേജ് ഉണ്ട്, അതിൽ കുട്ടി മെസ്സേജ് ഉണ്ട്. എന്തായാലും ഓണത്തിന് എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു കിടിലം പടം, അങ്ങനെ നമുക്ക് ഒറ്റ സെന്റൻസിലും പറയാം. ഓക്കെ, ഇനി നായിക പ്രീതി മുകുന്ദൻ. പ്രീതി മുകുന്ദനെ ഒന്നും ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, സെൻസേഷണൽ താരമാണ്. പ്രീതിനെ കാണുമ്പോൾ തന്നെ മറ്റേ പാട്ടാണ് ലൈക്ക്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? டைரக்டர் எனக்கு முன்னாடியே சாங் ரிலீஸ் ஆகிறதுக்கு முன்னாடியே ரீச் அவுட் பண்ணியிருந்தாங்க. பட் அதெல்லாம் சாங் ரிலீஸ் ஆகி ஹிட் ஆனதுக்கு பிறகு ജസ്റ്റ് ഫോൺ പണി നരേഷൻ പണി സെലക്ട് பண்ணது. നിങ്ങളെല്ലാവരും കാണുമ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങ് വൈറൽ സ്റ്റാർസ് ആണ്. ഇപ്പം ഞാനല്ല, ഇത് ഈ മൂന്ന് പേര് അല്ല, ഈ രണ്ടുപേരും അല്ല, ഈ മൂന്ന് പേര് ക്രിട്ടിക്കലി വരുന്ന പരിപാടികൾക്കൊന്നും അങ്ങനെ അക്കമലേഷൻ ഇല്ല. നിങ്ങൾക്ക് അറിയാം അതൊക്കെ ഇപ്പൊ. പക്ഷെ അവര് ഓസ്കറിന് ഒരു പടം വന്നാൽ അത് വേറൊരു റീച്ചാണ്, കാനിൽ വന്നാൽ വേറെ റീച്ചാണ്. അത് സത്യമല്ലേ? ഈ സിനിമ പക്ഷെ പ്രത്യേകിച്ച് മലയാളികളാണെങ്കിലും, മലയാളികള് ഉറപ്പായിട്ടും, മലയാളീസ് അത് നെഞ്ചുകൊണ്ട് കാണുന്നൊരു പടമാണ് ഉറപ്പായിട്ടും. അപ്പം ശ്രീകാന്ത്, നമ്മൾ ഇതിനു മുന്നേ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മേനെ പ്യാർ കിയയിലേക്ക് ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ആണെന്ന് തോന്നുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിലിപ്പോൾ ഞാൻ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇങ്ങനെ എടുത്തു നോക്കിയപ്പോൾ സ്റ്റില്ലും വീഡിയോസും ഒക്കെ ഉണ്ടല്ലോ, ഒരു വൈബ് മൂഡ് നമുക്ക് ലൊക്കേഷനിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള, ഇപ്പം പുറത്ത് ക്യാമറയുടെ പിറകിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും നല്ലൊരു ഒരു വൈബ് ടീം ഉള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു വൈബ് നമുക്ക് സിനിമയിലും കാണാൻ പറ്റുമായിരിക്കുമല്ലോ അല്ലേ? അതെ, ഫുൾ ഫ്രണ്ടിലും സൈഡിലും ഡയറക്ഷൻ ടീമും ഫുള്ള് വൈബായിരുന്നു. വർഷങ്ങളായിട്ട് ഫ്രണ്ട്സ് ആണ് അവരൊക്കെയാണ്. ADs ആയിട്ടും അല്ലാതെയും എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് എനർജി ആയിരുന്നു ലൊക്കേഷനിലും. അതുപോലെ തന്നെ പടവും വന്നിട്ടുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ പോയി കണ്ട് അർപ്പോ ഇറോ എന്ന് വിളിച്ചിറങ്ങി വരാൻ പറ്റുന്ന ഒരു പടമായിരുന്നു. ഡയറക്ഷൻ ടീമിൽ വർക്ക് ചെയ്ത എല്ലാവരും 10-11 വർഷമായിട്ട് ട്രാവൽ ചെയ്ത് ഫ്രണ്ട്സ് ആണ്. അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, ഒരുമിച്ച് താമസിക്കുന്നു, കഴിക്കുന്നു, അവിടെ പോകുന്നു, എല്ലാം അവരുടെ ഡ്രീമാണ് ഈ പടം. അപ്പം അത് ഞാൻ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കംപ്ലീറ്റ് പിക്ചർ. ഇതാണ് സംഭവം. ഇവരൊക്കെയാണ് ഈ പടം, ഫൈസൽ മെയിൻ, പക്ഷെ ഇവരൊക്കെയാണ് പടം ഒരുമിച്ച് പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അത് മനസ്സിലായപ്പോൾ എനിക്ക് വീണ്ടും ഒരു ഇഷ്ടം തോന്നി. അങ്ങനത്തെ ഒരു ടീമാണ്
പ്രേമമൊക്കെ ഉണ്ടാക്കിയല്ലേ, പ്രേമത്തിൽ അങ്ങനെ അൽഫോൻസ് ചേട്ടൻ്റെയും അൽഫോൻസ് ചേട്ടൻ്റെ ഫ്രണ്ട്സും, എനിക്ക് അത് ഓർമ്മ വന്നു. ഞാൻ പ്രേമം ഫാനാണ്, അപ്പം എനിക്ക് അത് ഓർമ്മ വന്നു. ഓ അങ്ങനത്തെ ഒരു പരിപാടിയാണല്ലേ. അല്ല അതാണ് ആയാൽ അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന്. അർജുനിലേക്ക് വന്ന റോസ്റ്റിംഗ് ലൈഫാണോ അഭിനയ ജീവിതമാണോ നല്ലത്? യൂട്യൂബിൽ വീഡിയോ ഇടുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ കോണ്ടന്റ് കണ്ടുപിടിക്കുന്നത്. ഇതാകുമ്പോൾ എല്ലാം ഡയറക്ടറിൻ്റെ ഒരു ഫ്ലോയിൽ അങ്ങ് പോയാൽ മതി. ഈ അഭിനയം പടം റിലീസായി കഴിയുമ്പോൾ തിരിച്ചു വല്ല റോസ്റ്റിംഗും കിട്ടുമെന്ന് പേടിയുണ്ട്? ഞാൻ ക്രിറ്റിസിസം ഒക്കെ ഞാൻ ഓപ്പൺ ആണ്, ഞാനത് തയ്യാറാണെങ്കിൽ വാങ്ങാനും ഞാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ അതെ അതെ, വേറെ ഓപ്ഷനും ഇല്ല, വേറെ ഓപ്ഷനും ഇല്ല, അങ്ങനെ ഒരു സൗകര്യം കൂടെ ഉണ്ട് ഇവിടെ. ഇപ്പം ഋതുവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മുറയാണ് ഞാൻ ഫസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ട ഒരു സിനിമ എന്ന് പറയുന്നത്. ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു സെറ്റപ്പായിരുന്നു ആ പടം എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളെല്ലാം പുതിയ ആളുകളായിരുന്നു ആ സിനിമയിലുണ്ടായിരുന്നത്. ഋതുവിൻ്റെ പക്ഷേ അഭിനയം കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു പുതിയ ആൾ ചെയ്യുന്ന ആ ഒരു ഫീലൊന്നും നമുക്കില്ലായിരുന്നു. അതുപോലെ തന്നെ ഓൾ വി ഇമാജിനേഴ്സും അതൊരു സ്വീറ്റ് ബോയ് ആയിട്ടും, പക്ഷേ അഭിനയം വേറെ ലെവൽ തന്നെയായിരുന്നു. എങ്ങനെ ഈ പടങ്ങൾ പിക്ക് ചെയ്യുന്നതിൻ്റെ ഉള്ള ഒരു ഗുട്ടൻസ് എങ്ങനെയാണ്? ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു ബ്ലെസ്സിങ് ആണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ എത്രയൊക്കെ, എൻ്റെ ആഗ്രഹമാണ് നല്ല പടങ്ങൾ എടുക്കണമെന്ന്, പക്ഷെ അതിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ, നമുക്ക് അധികം അത് ഡിസയർ പ്ലസ് ബ്ലെസ്സിങ്. എനിക്ക് വേണ്ട കാര്യം ഒരു കാര്യമുണ്ട്, ബ്ലെസ്സിങ് വേറെ കാര്യം, അത് രണ്ടും മിക്സായി വരുന്ന ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എന്ന് പറയുമ്പം എനിക്ക് കിട്ടിയ പ്രോജക്ട്സ് എല്ലാം ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എല്ലാം കുറേ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി, കുറേ വർക്ക് ചെയ്യാൻ പറ്റി, ബോണ്ടിങ് ചെയ്യാൻ പറ്റി, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റി, എല്ലാമായിട്ടും ഒരു പരിപാടി കിട്ടിയിട്ടുണ്ട്. വർക്ക് ചെയ്ത പ്രോജക്ട്സ് എല്ലാം ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ആക്ച്വലി എല്ലാം കിട്ടി. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഋതു ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോൾ മേനെ പ്യാരിക്ക് ആ ഒരു എക്സ്പെക്റ്റേഷനും ആളുകൾക്ക് ഉണ്ടാകും എന്നുള്ള ഒരു അങ്ങനെ ഒരു റെസ്പോൺസ്. അല്ല, ഞാൻ മേനെ പ്യാർക്കി ആക്ച്വലി ഞാൻ മാത്രമല്ല, എനിക്കൊന്നു ഇത് മേനെ പ്യാർക്കിയുടെ ഈ ഹൈപ്പ് വരുന്നത് എല്ലാവരും വരുന്നത് ഈ പ്രീതി, അർജു, ഇവര് പോസ്റ്റ് രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്തത് തന്നെ എത്ര വ്യൂസ് വന്നു അറിയോ? അത് നമ്മള് മാത്രം കൊളാബറേറ്റ് ചെയ്താൽ അത് വരത്തില്ല. കാരണം നമുക്ക് അതെ അതെ അതെ. അപ്പൊ കുട്ടീനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റെടുത്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ എല്ലാവരും ഇങ്ങനെ ഭയങ്കര വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാകുമെന്നാണ് പ്രതീക്ഷ. பட் இந்த குரூப்போட லீடர் இந்த படத்துல ரிது தான். லொகேஷன்ல how was your experience with these guys? You saw her face. These guys were great actually. I think first dayல இருந்தே வந்து எனக்கு போறதுக்கு முன்னாடியே வந்து தெரியும் அந்த டீம் வந்து ரொம்ப ஒரு சில்லான டீம். பட் போன உடனே எல்லாரும் கூடயுமே எனக்கு கெமிஸ்ட்ரி நல்லாவே செட் ஆயிடுச்சு. அண்ட் ஃபர்ஸ்ட் டைம் எனக்கு லைக் யூஸ்வலி கேர்ள்ஸ் கம்மியாக தான் இருப்பாங்க செட்ஸில். ஸோ டக்குன்னு மிங்கிள் ஆகிறதுக்கு கொஞ்ச நாள் ஆகும். பட் இந்த டீமில் தான் வந்து இமீடியட்டாகவே நான் எல்லாரோடையுமே வந்து லைக் ஜெல் ஆகிட்டேன் ஃபர்ஸ்ட் டே. ஷூட்டிங் முடிகிறப்போ ஆக்சுவலி ரொம்ப சேடாக இருந்துச்சு எங்களுக்கு. பிகாஸ் ஃபாஸ்ட்டாக எடுத்து முடிச்சிட்டோம். ஸோ இட் ஃபெல்ட் லைக் அதுக்குள்ளே முடிஞ்சிருச்சா அப்படின்ற மாதிரி இருந்துச்சு. നിങ്ങൾക്കൊക്കെ ഒരു സെൻസേഷണൽ സ്റ്റാർ ആണല്ലോ. ഇവര് പഠിച്ചാണോ തമിഴിലും ആയിക്കോട്ടെ. കണ്ടിന്യൂറ്റി പറഞ്ഞു. പ്രീതിക്ക് പൊക്കി പറയുന്നത് ഇഷ്ടമല്ല, ഇങ്ങനെ നമ്മളിങ്ങനെ പൊക്കി പറയുമ്പോൾ ഹമ്പിൾ ആവും പ്രീതി. എന്നാൽ ആ പാട്ട് അത്രയാള് 26 അതിന്റെ വ്യൂസ് വന്നില്ലല്ലോ. ലക്ഷങ്ങൾ വരും, ലക്ഷങ്ങൾ. നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ എങ്ങനെയായിരുന്നു? ഭയങ്കര ജാടയുള്ള ഒരു ജാടയാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ അടുത്തറിഞ്ഞപ്പോഴാണ് നമ്മുടെ ലെവലിലൊക്കെ തന്നെ അർജു സൈഡിൽ നിന്ന് ചെറുതായിട്ട് റോസ്റ്റിംഗ് നൈസായിട്ട് സട്ടിലായിട്ട് നടത്തും. പുള്ളി ഒരു പ്രീതി മാത്രല്ല அர்ஜு சரியான ஜாடா. ஃபர்ஸ்ட் டே அர்ஜுனால நான் ரொம்ப இன்டிமிடேட் ஆயிட்டேன். ആരും സംസാരിക്കത്തില്ല ഫസ്റ്റ്. സിഗ്മ എന്നുള്ള വാക്ക് സിഗ്മ അതായിരുന്നു. കല്യാണം കല്യാണത്തിന് മുന്നേ സിഗ്മ കല്യാണം കഴിഞ്ഞ് കേരളത്തിൽ വരെ
എല്ലാവരും അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ ഭയങ്കര ഒരു ഫാനാണ്, പ്രത്യേകിച്ച് IPL സീസൺ കണ്ടന്റ് ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അനുഷ്ക ശർമ്മയും വിരാട് കോഹ്ലിയൊക്കെ കണ്ടിട്ടുണ്ട്. ഇതാദ്യോട്ടാ അല്ലേ? അമ്മയാണ് ഇതൊക്കെ ക്യാരക്ടറൊക്കെ അഭിനയിക്കുന്നത്. അതാണ് അവർക്ക് രസം. മലയാളം അറിയാത്തത് ആക്ച്വലി ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ആരാ ക്രിയേറ്റ് ചെയ്യുന്നത്? വെട്ടിയാർ ബ്രോ ആണോ ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യുന്നത്? ആരാ തുടങ്ങി വെക്കുന്നത്? ആരാ എല്ലാം ഞാൻ തന്നെ തുടങ്ങി വെക്കുന്നത് അല്ലേ? എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് കണ്ടന്റ് എഴുതുന്നത്. എന്നിട്ട് ഷൂട്ടുള്ളപ്പോൾ എല്ലാവരും വിളിക്കത്തേ ഉള്ളൂ. പുള്ളിയുടെ യൂണിവേഴ്സിലേക്ക് ആൾക്കാരെ ആളുകളെ കൊണ്ടുവരുന്നത്. എല്ലാ ദിവസം 10 മണിക്ക് ലീവ് അപ്പോൾ അമ്മയൊക്കെ അമ്മയ്ക്ക് ഒന്നാമത് കളിയെ പറ്റി അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കും, ഇതാണ് കളി, അപ്പോൾ ഇന്ന ടീം തോറ്റു, അതുകൊണ്ട് നമ്മൾ അതിനെയാണ് ഇതാക്കുന്നത് അങ്ങനെ പറയും. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും. നൈസ് ഓണം ഔട്ട്ഫിറ്റ് ബൈ ദ വേ. എല്ലാ ക്യാമറ എല്ലാരും കണ്ടു കഴിഞ്ഞു. പൊടിക്കാണല്ലോ. പിന്നെ പ്രീതി ഇത്രയും നേരം ജീൻസും ടോപ്പൊക്കെ ഇട്ടായിരുന്നു. ഞാൻ സെറ്റ് സാരി ഉടുക്കുന്ന കണ്ടിട്ടാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റമാണ്. നിങ്ങൾക്ക് ആവായിരുന്നു മുണ്ടും ഷർട്ടൊക്കെ, സെറ്റ് സാരി അതൊക്കെ കണ്ട ഒരു മുണ്ടാവായിരുന്നില്ലേ? ഇതല്ലേ കറുത്ത മുണ്ട് കുഴപ്പമില്ല. ചെരുപ്പ് മാത്രമേ കിട്ടിയുള്ളൂ. മുണ്ടൊന്നും കുഴപ്പമില്ല. ഓണം ഇപ്പൊ ഭയങ്കര വെറൈറ്റി അല്ലേ, സെറ്റ് മുണ്ടെന്നൊക്കെ മാറി കറുത്തതായി കാവി. ഓണം സ്പെഷ്യൽ അതാണ് മെയിൻ പച്ച ചെരുപ്പ് അത്ത ഇട്ടതാണ് ഇരിക്കുന്നു. പുള്ളി പറയാം മറ്റേ വീഡിയോ ക്ലീൻ പണിട്ട് വാടാ, ഫുട്ബോൾ കളിക്കാൻ പോയതായിരുന്നു. വേറെ ഷൂട്ടില്ലേടാ നീ? രാവിലെ ക്ലീൻ പണ്ണ നീ സമയം അർജുൻറാ? ഇത് വരും മറ്റേ ഇതും വരും മറ്റേ ഹലോ ഗൈസ്, അതിന്റെ ലൊക്കേഷനിൽ ഈ ക്രിക്കറ്റ് കളിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ക്രിക്കറ്റും ഉണ്ടായിരുന്നു ഫുട്ബോളും ഉണ്ടായിരുന്നു. സിനിമയിൽ ഫുട്ബോൾ ഉള്ളതുകൊണ്ട് അങ്ങനെയുണ്ട്. അല്ലാതെ നമ്മൾ ഒഴിവ് സമയത്ത് കുറച്ച് നേരം ക്രിക്കറ്റ് കളിച്ചു. അതിന്റെയൊക്കെ വീഡിയോസ് അത് ഈ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ ഈ സ്ഥലത്ത് ഈ ലൊക്കേഷന് ഓൾറെഡി ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, ഓൾറെഡി അവിടുത്തെ നാട്ടുകാർ കളിക്കുന്നത്. അപ്പോൾ അവർ കളിക്കാൻ വരുമ്പോൾ പറയുന്നത് ബാറ്റും ബോളും മേടിച്ച് അമ്പലവും അതിനടുത്ത് അമ്പലമുണ്ട്, ഗ്രൗണ്ടും ഉണ്ട്. അപ്പോൾ അവിടെ ആളുകൾ കളിക്കാൻ വരുമ്പോൾ അവരോട് ഞങ്ങളും പോയി കളിക്കും ക്രിക്കറ്റ്. അങ്ങനെയായിരുന്നു സംഭവം. ചങ്ങനാശ്ശേരി ടീം വേഴ്സസ് മേനേപിആർകെ ടീം, അങ്ങനെയാണ് രണ്ട് ടീം. ലൊക്കേഷൻ ഒക്കെ അവിടെയായിരുന്നു. ആനന്ദാശ്രമോ അവിടെയായിരുന്നു ഇതിന്റെ ലൊക്കേഷൻ. നമ്മൾ കുറച്ച് ഏരിയ ഗ്രൗണ്ടും ഒക്കെ. ഭയങ്കര മെമ്മറി ആയിരുന്നു കേട്ടോ. അതെ അതെ, ഭയങ്കര രസമായിരുന്നു അവിടെ. അതെ, തിരിച്ചു പോകാൻ തോന്നുന്നു. അതാണിപ്പോ പറഞ്ഞത്. ഷൂട്ടാട്ടോ ഭയങ്കര മെമ്മറി. ഷൂട്ട് ചെയ്യുന്ന ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കും, അത് കഴിയുമ്പോൾ നമ്മൾ ഷൂട്ടാണ് ഏറ്റവും വലിയ മെമ്മറി എന്ന് വിചാരിക്കും. ഇപ്പൊ ചില സിനിമകൾക്കൊക്കെ നമുക്ക് അത് കിട്ടും, ആ ഒരു ഹോംലി ഫീൽ എന്ന് പറയുന്നത്. അത് അങ്ങനെയുള്ള സിനിമകളൊക്കെ അതിന്റെ റിസൾട്ട് തിയേറ്ററിലും കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചരിത്രം. മേനെ പ്യാരിക്ക് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിലേക്ക് വരുമ്പോൾ മേനെ പ്യാരിക്ക മീനിങ് എന്താണ്? മേനെ പ്യാർക്കെ ഞാൻ പ്രേമിച്ചു. അതെ, ഞാൻ പ്രേമിച്ചു. മലയാളി മേനെ പ്യാർക്കെ ഞാൻ കാതലിച്ചിട്ടുണ്ട്. ഞാൻ പ്രേമിച്ചിട്ടുണ്ട്. ഞാൻ മേനെ പ്യാർക്കെ ഞാൻ പ്രേമിച്ചിട്ടുണ്ട്. ഞാൻ പ്രേമിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു കാലം പ്രേമിച്ചിട്ടുണ്ട്. ടൈറ്റിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യം ഓർമ്മ വരുന്നുണ്ടോ എന്ന് ചോദിക്കാനായിരുന്നു. എല്ലാം ഇങ്ങനെ ഇവിടുന്ന് മനസ്സിലല്ല അവിടെ ഇരിക്കായിരുന്നു. കുറെ റൊമാൻറ്റിക് ഇപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ റൊമാൻറ്റിക് കഥകളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഞാൻ സ്കൂൾ മാത്രമല്ല, ലൈഫിലെ റൊമാൻറ്റിക് അല്ല, എനിക്ക് ക്രഷ് തോന്നിയ ആൾക്കാരും പ്രണയം തോന്നിയ ആൾക്കാരും എല്ലാം ഒരുമിച്ച് വരുന്നുണ്ട്. പക്ഷെ ഒന്നും ഞാൻ റിവീൽ ചെയ്യത്തില്ല. അപ്പം വേറെ ഇപ്പൊ ക്രഷിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറെ ഹൃദുവിനോട് ക്രഷ് തോന്നി, മുറ ഇറങ്ങിയ ശേഷം ക്രഷ് തോന്നിയ ആളുകളൊക്കെ എന്നോട് അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? ഓക്കെ ഓക്കെ. എനിക്ക് മറ്റേ നമ്മുടെ സിനിമ പാട്ടാണ് അത് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. മേനെ പ്യാർക്കെ പെട്ടെന്ന് മറൈൻ ഡ്രൈവ് ഒക്കെ പിയാനൊക്കെ പിടിച്ചിങ്ങനെ വരുന്നതും അവിടെ വെച്ചിട്ട് അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. അതാണ് ഓർമ്മ വരുന്നത്. പക്ഷെ അതുമായിട്ട് സിനിമക്ക് എനിക്ക് ഇൻസ്പയർ ആയിട്ടേ ഉള്ളൂ. പക്ഷെ ഈ സിനിമയിലൊരു ചിലപ്പം ആ പേര് അത് ഭയങ്കര ഹുക്കാ, മലയാളികൾക്ക് അത് മറക്കാൻ പറ്റില്ല ആ പേര്. അതുകൊണ്ട് പുള്ളി ഇട്ടാണ്. അല്ലാണ്ട് ഇവന്റെ ഒരു പ്രണയമാണ് ഈ സിനിമ മൊത്തം കാണിക്കുന്നത്. ഇവന്റെ പ്രണയം മാത്രമേ കാണിക്കുന്നുള്ളൂ. സോ അത് അല്ല, എന്റെ പ്രണയം കാണിക്കുന്നുണ്ട്. അതില്ലാതെ എല്ലാവരുടെയും എല്ലാം ക്യാരക്ടറിന്റെയും ജേർണി അല്ലേ? മെയിൻ ഇതാണ്, ഇതിലാണ് ബേസ് ഇരിക്കുന്നത്. പക്ഷെ മറ്റെല്ലാം കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അല്ലാതെ ഒരു സർഫസ് ഒരു ഇതിൽ മാത്രം പോകുന്നില്ല. ഒരു ഇതിൽ പോകുമ്പോൾ ഇങ്ങനെയും പോകുന്നുണ്ട്. എല്ലാവരുടെയും ഇതിപ്പോ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, റൊമാൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് ഇപ്പം മുറയിലാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആണ്, പക്ഷെ വെട്ടും കുത്തും പരിപാടി ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പൊ ആ ഒരു ഡിഫറൻസ് എങ്ങനെ ഫീൽ ചെയ്തു? കാണുന്ന പ്രേക്ഷകർക്ക് അതൊരു എന്താ പറയാ, വേറെ ഒരു ക്യാരക്ടറിൽ നിന്ന് പറഞ്ഞിട്ട് ഈ ക്യാരക്ടറിലേക്ക് കാണുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അത് അഭിനയിക്കുമ്പോൾ അങ്ങനെ ഒരു എനിക്ക് അഭിനയിക്കുന്നതിന് മുന്നേ എനിക്കത് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തന്നെ ഭയങ്കര സംഭവം തോന്നുന്നു. എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആക്ഷനും ഇത് മാത്രം ചെയ്താൽ ഓൾ ഇമാജിനേഷൻ ഡിപ്രഷൻ പരിപാടി
മൊത്തം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് ആയി പോകും. സ്റ്റീരിയോ ടൈപ്പ് എന്ന് മാത്രമല്ല, എനിക്കൊരു ഇതുണ്ടായിരുന്നു. എനിക്ക് എല്ലാം നല്ല റൊമാൻസ് ആദ്യം ഇത് കഴിഞ്ഞിട്ട് റൊമാൻസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. കറക്റ്റായിട്ട് MENAPRK വന്നു. അപ്പോൾ എനിക്കൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആയിരുന്നു റൊമാൻസ് എക്സ്പ്ലോർ ചെയ്യാനും. പടം 2-3 ദിവസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തന്നെയാണ് റൊമാൻസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള പടം. കാരണം എല്ലാം കൈൻഡ് ഓഫ് റേഞ്ച് ഉണ്ട്. പിന്നെ കോ ആക്ടേഴ്സിനോട് വർക്ക് ചെയ്തപ്പോൾ ഈ പടത്തിൽ ഇത് കൊല്ലാം. കൊള്ളാം. ഈ പടത്തിൽ പ്രീതി കൊന്നിട്ടുണ്ട്. നോക്ക്, because every day he would finish scenes and get claps from everybody on set. One time. Not one time. 3 times at least. അങ്ങനത്തെ പ്രീതി ഓൾസോ വൺ ടൈം ക്ലാപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വൺ ടൈം, പ്രീതിക്ക് വൺ ടൈം. So many times. നമുക്ക് ഡയറക്ടർ വേറെ ടൈപ്പ് ക്ലാസ് കിട്ടിയിട്ടുണ്ട്. ഈ ഹൈപ്പാണ്, ഹൈപ്പ് ടീംസ് ആണ് അത്. ഇവര് പരസ്പരം പൊക്കി പറയണമെന്നൊക്കെ. അല്ല, എനിക്കും പാട്ടാ ഓർമ്മ വരുന്നത്. ഞാൻ ചെറുതിലെ മുതൽ കണ്ട മറ്റേ ഭാവനയുടെ പറയുന്നില്ല ഇവിടെ നടക്കുന്ന ഒരു സ്ഥാനമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇതൊക്കെ വായിച്ച് പടം ഒരു എവർഗ്രീൻ കോമഡി ആയതുകൊണ്ട് അതിന്റെ എല്ലാ സീക്വൻസും അപ്പൊ അതെല്ലാവർക്കും അതായി കണക്ട് ആകത്തുള്ളൂ ആദ്യം. സോ അതൊരു ഇത് ഹുക്കായിട്ട് അവർ യൂസ് ചെയ്ത് ഇവന്റെ ഒരു ജേർണി കാണിക്കുന്നതാണ് പടം. നിങ്ങളുടെ ഒരു വൈബ് കാണുമ്പോൾ തന്നെ ആ ഒരു വൈബ് പടത്തിലും ഉണ്ടാകുമെന്ന് പ്രേക്ഷകർക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. ഈ ഓണത്തിന്റെ ഹിറ്റ് പടം MENAPRK ആവട്ടെ. താങ്ക് യു. എല്ലാരും ആർപ്പോ വിളിച്ച് തന്നെ പടം കണ്ട് നിങ്ങൾ കാണത്തില്ലേ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണത്തില്ലേ? കാണുമല്ലോ. സീരിയസ്ലി സീരിയസ്ലി താങ്ക് യു. എന്തായാലും ഓണത്തിനൊരു പടം കാണണം. അപ്പൊ എന്റെ ഈ വർഷത്തെ പടം MENAPRK. എല്ലാവരുടെയും അങ്ങനെ ആവട്ടെ. വേറെ ഏതെങ്കിലും പടം ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇനി നിങ്ങൾക്കും ഇനി ഒരുപാട് നല്ല പ്രൊജക്ടുകളുടെ ഭാഗമാകാൻ സാധിക്കും. താങ്ക് യു. ഹാപ്പി ഓണം. താങ്ക് യു Thank you. സോ Happy മച്ച്. ഹാപ്പി ഓണം.